ഹരിയാന ഇന്ന് വിധി എഴുതും. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 വരെയാണ് പോളിംഗ്. ഒറ്റഘട്ടമായി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ 90 മണ്ഡലങ്ങളാണ് ജനവിധി തേടുന്നത്. 1031 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. വിവരങ്ങളുമായി വിനീത വിജി ചേരുന്നു ഹരിയാനയിൽ നിന്ന്. വിനീത, വലിയ പ്രചാരണം നടന്ന ദേശീയ നേതാക്കളടക്കം ക്യാമ്പ് ചെയ്ത് ദിവസങ്ങളോളം പ്രചാരണം നടത്തിയ ശേഷമുള്ള തെരഞ്ഞെടുപ്പാണ്. എങ്ങനെയാണ് ക്രമീകരണങ്ങൾ? ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധേയമായ മത്സരങ്ങൾ എവിടെയൊക്കെ? ഗോകുൽ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഹരിയാനയിലെ ഫരീദാബാദിലെ SSM സ്കൂളിലാണ്. ഇവിടെ 4 പോളിംഗ് സ്റ്റേഷൻ ബൂത്തുകളാണുള്ളത്. രാവിലെയോടുകൂടി തന്നെ ഉദ്യോഗസ്ഥരെത്തി മറ്റ് നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. കൃത്യം 7 മണിയോടുകൂടി തന്നെ പോളിംഗ് ആരംഭിക്കും. വൈകിട്ട് 6 മണി വരെയാണുള്ളത്. ഇങ്ങനെ പ്രശ്നബാധിത മേഖലകൾ ഒന്നും തന്നെ നിലവിൽ ഇല്ല എങ്കിൽ പോലും എല്ലാ പോളിംഗ് സ്റ്റേഷനുകൾക്ക് മുൻപിലും പോലീസിന്റെ സുരക്ഷ ഉൾപ്പെടെ അവർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് ഉദ്യോഗസ്ഥരെത്തി മോക്ക് പോളിംഗ് നടക്കുന്നതിന് മുൻപുള്ള അവരുടെ നടപടിക്രമങ്ങളാണ്. അത് പുരോഗമിക്കുകയാണ്. ഇനി ഗൂഗിൾ സൂചിപ്പിച്ചതുപോലെ വരികയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട മത്സരങ്ങൾ നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് ലദ്വയാണ്. മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി മത്സരിക്കുന്ന മണ്ഡലമാണ്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി മേവാ സിംഗ് ആണ് എതിർ സ്ഥാനാർത്ഥി. ഈ ആം ആദ്മി പാർട്ടിയും JJPയും ഒക്കെ മത്സരരംഗത്ത് ഉണ്ട് എങ്കിൽ പോലും കോൺഗ്രസും ഒപ്പം BJPയും തന്നെയാണ് ഏറ്റവും കടുത്ത മത്സരം. അവർ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ തന്നെയാണ് ഈ പ്രചരണത്തിലടക്കം നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരു ഹാട്രിക് വിജയം നേടുക എന്ന ലക്ഷ്യമാണ് BJP മുന്നോട്ട് വെക്കുന്നതെങ്കിൽ 10 വർഷത്തിന് ശേഷം ആ ഭരണം തിരിച്ചു പിടിക്കുക എന്നൊരു ലക്ഷ്യമാണ് ഈ ഘട്ടത്തിൽ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത്. അവസാന ഘട്ടങ്ങളിലൊക്കെ മുതിർന്ന നേതാക്കളടക്കം പ്രചരണ രംഗത്ത് സജീവമായിരുന്നു. പ്രധാനമന്ത്രി രംഗത്തെത്തിയിരുന്നു. ഒപ്പം തന്നെ അമിത്ഷാ, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉൾപ്പെടെയുള്ളവർ പ്രചരണത്തിനായി രംഗത്തെത്തിയപ്പോൾ കോൺഗ്രസിന് വേണ്ടി രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും ഒക്കെ തന്നെ മത്സര രംഗത്തുണ്ടായിരുന്നു. ഒപ്പം മറ്റ് മണ്ഡലങ്ങൾ കൂടിയുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു മണ്ഡലം ജുലാനയാണ്. ഗുസ്തി താരങ്ങൾ പരസ്പരം ഏറ്റുമുട്ടുന്ന മണ്ഡലം എന്ന പ്രത്യേകത കൂടിയുണ്ട് ജുലാനയ്ക്ക്. നമുക്കറിയാവുന്നതുപോലെ ഗുസ്തി താരമായ വിനേഷ് ഫോഗട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന മണ്ഡലമാണ്. ഒരു ഗുസ്തി താരം ആദ്യമായി ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന മണ്ഡലം എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ഒപ്പം തന്നെ മറ്റ് ഒരു ഗുസ്തി താരം BJPക്കായി ഒരു പ്രൊഫഷണൽ പൈലറ്റാണ് മത്സര രംഗത്തുള്ളത്. ആം ആദ്മി പാർട്ടിക്കായി ഗീതാ ദലാൽ എന്ന ഗുസ്തി താരമാണ് രംഗത്തിറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഗുസ്തി താരങ്ങൾ പരസ്പരം ഏറ്റുമുട്ടുന്ന മണ്ഡലം എന്ന പ്രത്യേകതയാണ് ജുലാനയ്ക്കുള്ളത്. അതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് ജുലാനയുടെ മരുമകൾ എന്ന ക്യാപ്ഷനോട് കൂടിയാണ് വിനേഷ് ഫോഗട്ട് മത്സര രംഗത്തിറങ്ങിയതെങ്കിൽ ജുലാനയുടെ മകൾ എന്ന ഒരു ക്യാപ്ഷനോട് കൂടിയാണ് ഗീതാ ദലാലും മത്സര രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഭൂപേന്ദ്ര സിംഗ് ഹൂഡ മത്സരിക്കുന്ന മണ്ഡലം എന്നിങ്ങനെ ഒരു 7ഓളം മണ്ഡലങ്ങളാണ് രാജ്യം ഉറ്റുനോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ. ഏതാണ്ട് 2 കോടി ആളുകൾ വോട്ട് രേഖപ്പെടുത്താനായി തയ്യാറായിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. 20,000-ലധികം പോളിംഗ് സ്റ്റേഷനുകളുണ്ട്. എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും എല്ലാ പോളിംഗ് ബൂത്തുകളിലും കൃത്യമായിട്ടുള്ള സുരക്ഷയടക്കം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ തന്നെ എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്കൂളിൽ 4 പോളിംഗ് ബൂത്തുകളാണ് ഉള്ളത്. അല്പസമയത്തിനകം തന്നെ വോട്ടിംഗ് ആരംഭിക്കും. ശരി, ഹരിയാന വിധി എഴുതുകയാണ്. 90 മണ്ഡലങ്ങളിലാണ് ഒറ്റഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്.